ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ദോശയുടെ കൂടെയോ ചപ്പാത്തി, ചോറ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, ഓയിലൊന്നും എടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കടുകൊന്നും ചേർത്ത് കൊടുക്കണം, ഒരു 1/4 ടീസ്പൂൺ മതിയാകും. ഇനി ആ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. ഇനി ഈ സവാള നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പം നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇനി ആ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇതിപ്പം മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്